നെക്സ്റ്റ് ഒരു പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഓർ ഫോൾസ്. ഇഫ് സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി mod n ഫോർ സം ഇൻറ്റിജർ c, then a കോൺഗ്രുവൻറ്റ് ടു b mod n. ഗിവ് ജസ്റ്റിഫിക്കേഷൻസ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി mod n ആണെങ്കിൽ ഈ സി രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് എ കോൺഗ്രുവൻറ്റ് ടു ബി mod n എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. ഇത് ആക്ച്വലി ഫോൾസ് ആണ്, ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അങ്ങനെ ഈ സി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്യണമെങ്കിൽ ഈ എന്നിനെ എന്ത് ചെയ്യണം, ഒരു ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡി എന്ന് വെച്ചാൽ ജി സി ഡി ഓഫ് സി കോമ എൻ ആയിരിക്കും. അങ്ങനെ ഒരു തിയറം ഉണ്ട് അല്ലേ. നമുക്ക് വെറുതെ സി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഈ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ കോൺഗ്രുവൻസ് ഇക്വേഷൻ ഹോൾഡ് ചെയ്യില്ല എന്നൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം, 12ഉം 4 എടുത്താലോ. 12 4 എടുത്തു. ഇപ്പോൾ 12 മൈനസ് 4 8 ആണ് അല്ലേ. 8 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ നമുക്ക് 12 കോൺഗ്രുവൻറ്റ് ടു 4 mod 4 എന്ന് എഴുതാമല്ലോ. 12 മൈനസ് 4 8 ആണ്. 8 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഫോർ എക്സാമ്പിൾ 12 കോൺഗ്രുവൻറ്റ് ടു 4 mod 4 ഈസ് ട്രൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇവിടെ സി പോലെ നമുക്ക് എന്ത് ചെയ്യാം, 4 ഉണ്ട് അല്ലേ. 12നെ നമുക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. 4നെ 4 ഇൻറ്റു 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ്റെ ഫോമിലായി അല്ലേ. സി എ കോൺഗ്രുവൻറ്റ് സി ബി എന്നുള്ള ഫോമായി. സി എന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ ഈ 4 ഇങ്ങനെ കട്ട് ചെയ്താൽ ബാക്കി എന്താ വരിക, 3 കോൺഗ്രുവൻറ്റ് ടു 1 mod 4. അതായത് 3 മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന്. അതായത് 2 മൾട്ടിപ്പിൾ ഓഫ് 4. അത് ട്രൂ ആണോ? അല്ല. 2 മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. അപ്പോൾ വിച്ച് ഈസ് ഫോൾസ്. അപ്പോൾ ഹെൻസ് സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി mod n ഡസ് നോട്ട് ഇംപ്ലൈ എ കോൺഗ്രുവൻറ്റ് ടു ബി mod n. ഓക്കെ. അപ്പോൾ ഇത് ഫോൾസ് ഇക്വേഷനാണ്, ഫോൾസ് റിലേഷനാണ്, ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. അപ്പോൾ 12 കോൺഗ്രുവൻറ്റ് ടു 4 mod 4 എന്ന് എടുത്തു. എന്നിട്ട് അത് ട്രൂ ആണ്. പക്ഷേ രണ്ട് സൈഡിൽ നിന്നും 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ട്രൂ അല്ല. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വെറുതെ ഇങ്ങനെ ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് എ. വെരിഫൈ ദാറ്റ് 5 raised to 38 കോൺഗ്രുവൻറ്റ് ടു 4 mod 11 യൂസിങ് ഫെർമാറ്റ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം എന്താ പറയുന്നത്? പി എന്നുള്ളതൊരു പ്രൈം നമ്പറാണ്. എ എന്നുള്ളത് എനി നമ്പർ. എനി നമ്പർ പി ഡസ് നോട്ട് ഡിവൈഡ് എ. പി കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 mod പി. ഇതാണ് ഫെർമാറ്റ്സ് തിയറം. അപ്പോൾ ഇവിടെ ഈ മോഡ് കഴിഞ്ഞിട്ടുള്ളതാണ് പി. ഇവിടെ മോഡ് കഴിഞ്ഞിട്ട് 11 ആണ്. അപ്പോൾ നമുക്ക് പി ആയിട്ട് 11 ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ കറസ്പോണ്ടിങ്ലി എ എന്തായിരിക്കും? എ എന്ന് വെച്ചാൽ ഇവിടെയുള്ള നമ്പറാണ്. ഇവിടെ എന്താ അത് 5 ആണ്. അപ്പോൾ എ 5 ആയിട്ടും ചൂസ് ചെയ്യാം. ഇനി 11 ഡസ് നോട്ട് ഡിവൈഡ് 5 അല്ലേ. പി ഡസ് നോട്ട് ഡിവൈഡ് എന്ന് പറയുന്ന പോലെ ഇവിടെ 11 ഡസ് നോട്ട് ഡിവൈഡ് 5 ആണ്. അപ്പോൾ ഫെർമാറ്റ്സ് തിയറത്തിന് വേണ്ട എല്ലാ കണ്ടീഷൻസും ഈ 11ഉം 5ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എ റൈസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 mod പി. അതായത് ബൈ ഫെർമാറ്റ്സ് തിയറം a raised to p minus 1 എന്ന് വെച്ചാൽ 5 raised to 11 minus 1
കോൺഗ്രുവൻ ടു 1 മോഡ് പി ആണ്, പിക്ക് പകരം 11. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതായത് 5^10 കോൺഗ്രുവൻ ടു 1 മോഡ് 11. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? 5^38 ആണ്. അപ്പോൾ 38 ഇവിടെ വരണം എങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമുക്ക് 38 ആണ് ഇവിടെ വേണ്ട. 5^38. അപ്പോൾ ഇവിടെ 10 ഉണ്ട് പവറായിട്ട്. അപ്പോൾ 38 വരണമെങ്കിൽ ആദ്യം ഇവിടെ നമുക്ക് 30 കൊണ്ടുവരാം അല്ലേ? റേസ് ടു 3 ചെയ്താൽ ഇവിടെ 30 വരും. അപ്പോൾ ആദ്യം അത് ചെയ്യാം. അപ്പോൾ 5^10 ഹോൾ റേസ് ടു 30 കോൺഗ്രുവൻ ടു 1^30 മോഡ് 11. അതായത് 5^30 കോൺഗ്രുവൻ ടു 1 മോഡ് 11 ഇങ്ങനെ കിട്ടും. ഇനി 38 കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 5^8 കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും 5^8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 5^30 + 8 അങ്ങനെ 38 വരും. കോൺഗ്രുവൻ ടു 5^8 മോഡ് 11. ഇപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് വേണ്ടത് 5^38 കോൺഗ്രുവൻ ടു 4 എന്നാണ്. നമുക്കിവിടെ 5^8 മോഡ് 11 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5^8 കോൺഗ്രുവൻ ടു 4 മോഡ് 11 എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ 1 എന്നിരിക്കട്ടെ. അപ്പോൾ 5^8 കോൺഗ്രുവൻ ടു 4 ആക്കി എടുക്കണം. നമുക്ക് 5² നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ. 5² എത്രയാണ്? 25. 25 -3 ചെയ്താലോ. 25 - 3 22 ആണ്. 22 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് അല്ലേ? അതായത് 25 കോൺഗ്രുവൻ ടു 3 മോഡ് 11 എന്നർത്ഥം. അതായത് 5² കോൺഗ്രുവൻ ടു 3 മോഡ് 11 എന്ന്. അപ്പോൾ ആ ഇക്വേഷൻ ആദ്യം എഴുതാം. We have 5² കോൺഗ്രുവൻ ടു 3 മോഡ് 11. നമുക്ക് വേണ്ടത് എന്താണ്? 5^8 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 5^8 ആക്കാൻ എന്ത് ചെയ്യണം? റേസ് ടു 4 ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ 5² ഹോൾ റേസ് ടു 4 കോൺഗ്രുവൻ ടു 3^4 മോഡ് 11. അതായത് 5^8 കോൺഗ്രുവൻ ടു 3^4 എത്രയാണ്? 81 മോഡ് 11. ഇനി നമുക്കിവിടെ 11 ഉണ്ട്, ഇവിടെ 81 ആണ്. അപ്പോൾ നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾസ് ഈ 81 നിന്ന് സബ്ട്രാക്ട് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 5^8 കോൺഗ്രുവൻ ടു 81 നിന്ന് നമുക്ക് 77 എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 81 ആണ്. അത് സബ്ട്രാക്ട് ചെയ്യാം. 81 - 77 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 5^8 കോൺഗ്രുവൻ ടു 4 മോഡ് 11 എന്ന് കിട്ടി. ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരുന്നു? 5^38 കോൺഗ്രുവൻ ടു 5^8 മോഡ് 11. ഇക്വേഷൻ 2 എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? 5^8 ഈ 5^8 കോൺഗ്രുവൻ ടു 4 മോഡ് 11. രണ്ടിൽ നിന്നും കൂടി നമുക്ക് എന്തെഴുതാം? 5^38 കോൺഗ്രുവൻ ടു 5^8. പക്ഷേ 5^8 കോൺഗ്രുവൻ ടു 4. ഇതിൻ്റെ അർത്ഥം 5^38 കോൺഗ്രുവൻ ടു 4 മോഡ് 11. 5^38 കോൺഗ്രുവൻ ടു 4 മോഡ് 11. സോ ഇക്വേഷൻ പ്രൂവ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് GCD ഓഫ് a,35 ഈക്വൽ ടു 1 show that a^12 congruent to 1 mod 35. അപ്പോൾ ഇത് ഫെർമാറ്റ്സ് തിയറം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 35 ആദ്യം ഫാക്ടറൈസ് ചെയ്യുക. 35 എന്ന് വെച്ചാൽ എന്താ? 5 ടൈംസ് 7 ആണ്. 5 × 7 ആണ് 35. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 5ഉം 7ഉം
പ്രൈം നമ്പേഴ്സാണ്. കൂടാതെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് GCD ഓഫ് A,35 1 ആണെന്നാണ്. ഓക്കെ, GCD ഓഫ് A,35 ഈക്വൽ ടു 1. പക്ഷേ 35 എന്ന് വെച്ചാൽ 5 into 7 ആണ്. അപ്പോൾ 35നും എയ്ക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ എയ്ക്കും 5നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുപോലെ എയ്ക്കും 7നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ GCD ഓഫ് A,5 ഈക്വൽ ടു 1 ആൻഡ് GCD ഓഫ് A,7 ഈക്വൽ ടു 1. ഇനി നമുക്ക് ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. ബൈ ഫെർമാറ്റ്സ് തിയറം 5 പ്രൈം നമ്പർ ആണല്ലോ, അപ്പോൾ പിക്ക് പകരം 5 കൊടുക്കുക. ഓക്കെ, GCDയും 1 ആണ്. അപ്പോൾ തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ A raised to 5 minus 1 congruent to 1 mod 5 എന്ന് വെച്ചാൽ A raised to 4 congruent to 1 mod 5. ഇനി നമുക്ക് വേണ്ടത് A raised to 12 ആണ് അല്ലേ. അപ്പോൾ രണ്ട് സൈഡും പവർ 3 കൊടുക്കുക. A raised to 4 whole cube congruent to 1 cube mod 5. അതായത് A raised to 12 congruent to 1 mod 5 എന്ന് കിട്ടും. ഒരു ഇക്വേഷനായി. ഇനി സിമിലർലി ഈ 5ന് പകരം 7 വെച്ച് ചെയ്യുക ഫെർമാറ്റ്സ് തിയറത്തിൽ. അപ്പോൾ A raised to 7 minus 1 congruent to 1 mod 7 എന്ന് കിട്ടും. അതായത് A raised to 6 congruent to 1 mod 7. രണ്ട് സൈഡും എന്ത് ചെയ്യുക, 12 ആക്കാനായിട്ട് raised to 2 ചെയ്യുക. അപ്പോൾ A raised to 6 whole square congruent to 1 square mod 7. അതായത് A raised to 12 congruent to 1 mod 7. രണ്ട് ഇക്വേഷൻസ് നമുക്കുണ്ട്. ഒരെണ്ണം A raised to 12 congruent to 1 mod 5 എന്ന് പറഞ്ഞിട്ടും, പിന്നെ ഒരെണ്ണം A raised to 12 congruent to 1 mod 7 എന്നും. ഇതിൽ 5ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈമും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡിൽ ഈ 5 into 7 ചെയ്യാം, കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടിൽ നിന്നും കൂടി കമ്പൈൻ ചെയ്ത് A raised to 12 congruent to 1 mod 5 into 7 എന്ന് എഴുതാം. അതായത് A raised to 12 congruent to 1 mod 35. സോ ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് n be a composite square free integer, say n equal to p1 p2 etc pr. അപ്പോൾ ഇവിടെ പവേഴ്സ് ഒന്നും വരാത്ത നമ്പറാണ് സ്ക്വയർ ഫ്രീ ഇൻറ്റിജർ എന്ന് പറയുന്നത്. വേറെ PI, ഈ p1 p2 etc pr എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്, പ്രൈം നമ്പേഴ്സാണ് ഇതെല്ലാം. ഇഫ് pi minus 1 divides n minus 1 for I equal to 1 2 3 etc r. അതായത് p1 minus 1 divides n minus 1, p2 minus 1 divides n minus 1, അങ്ങനെ pr minus 1 divides n minus 1. എല്ലാ piകളും pi minus 1ഉം n minus 1നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ നമ്പർ n എന്നുള്ളത് ഒരു അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം വെച്ചാൽ എന്താണ്, A raised to p congruent to A mod n ആയിട്ടുള്ള, അല്ലെങ്കിൽ A raised to n congruent to A mod n ആയിട്ടുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ. കോമ്പോസിറ്റ് ആയിരിക്കണം n, അതുപോലെ A raised to n congruent to A mod n ആയിരിക്കണം. ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് A റിലേറ്റീവ്ലി പ്രൈം ടു n അല്ലേ. അപ്പോൾ ഇവിടെ n എന്നുള്ളത് റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, n-ൻ്റെ പവേഴ്സ് എടുത്തത് കോൺഗ്രുവൻറ്റ് ടു A mod n ആണെന്ന് കാണിക്കണം. A raised to n congruent to A mod n ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ A എന്നുള്ളത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് അസ്യൂം ചെയ്യുക, റിലേറ്റീവ്ലി പ്രൈം ടു n.
ഓക്കെ, എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ് എ. എന്നിൻ്റെ ഫോം എന്താണ് ക്വസ്റ്റ്യനിലുണ്ടല്ലോ, P1 P2 എക്സെട്ര PR. അതിൽ GCD ഓഫ് N ആൻഡ് A എന്നുള്ളത് 1 ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? GCD ഓഫ് ഓരോ PIയും Aയും ആയിട്ടുള്ള GCDയും 1 ആയിരിക്കും അല്ലേ. N എന്നുള്ളത് P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR ആണ്. പക്ഷെ അതുപോലെ തന്നെ GCD ഓഫ് NA 1 ആണ്. അപ്പോൾ GCD ഓഫ് P1 A 1 ആയിരിക്കും, GCD ഓഫ് P2 A 1 ആയിരിക്കും, GCD ഓഫ് PR A 1 ആയിരിക്കും. അതായത് GCD ഓഫ് PI, A ഈക്വൽ ടു 1 ഫോർ എവറി I എന്ന് ചുരുക്കി എഴുതാം. അപ്പോൾ GCD ഓഫ് PI, A 1 ആയതുകൊണ്ട് ബൈ ഫെർമാറ്റ്സ് തിയറം നമുക്ക് എന്ത് എഴുതാം? A റേസ് ടു PI മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് PI എന്ന് എഴുതാം. I ഫ്രം 1 ടു R. ഇത് ഡിവൈഡാക്കി മാറ്റിയാൽ PI മൈനസ് 1 ഡിവൈഡ്സ് ഇതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷനാണ്, കണ്ടീഷനാണ്. PI മൈനസ് 1 ഡിവൈഡ്സ് N മൈനസ് 1 എന്നുള്ളത് അതെടുത്തു. PI മൈനസ് 1 ഡിവൈഡ്സ് N മൈനസ് 1. അതായത് N മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് PI മൈനസ് 1. അതായത് N മൈനസ് 1 ഈക്വൽ ടു K ടൈംസ് PI മൈനസ് 1 ഫോർ എവറി I. ഇനി ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതി ഫസ്റ്റ് ഇക്വേഷൻ 1 A റേസ് ടു PI മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് PI എന്നിട്ട് ഇതിന് രണ്ട് സൈഡും പവർ K കൊടുത്തു, K വെച്ച് റൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ A റേസ് ടു K ഇൻറ്റു PI മൈനസ് 1 എന്ന് വരും. റൈറ്റ് സൈഡിൽ 1 ആയതുകൊണ്ട് 1 റേസ് ടു K 1 തന്നെ, അപ്പോൾ 1 തന്നെ എഴുതിയാൽ മതി, 1 മോഡ് PI. ഇനി K ഇൻറ്റു PI മൈനസ് 1 എന്താ? K ഇൻറ്റു PI മൈനസ് 1 ഈക്വൽ ടു N മൈനസ് 1. അപ്പോൾ ഈ K ഇൻറ്റു PI മൈനസ് 1 പകരം N മൈനസ് 1 കൊടുക്കുക. അപ്പോൾ A റേസ് ടു N മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് PI എന്ന് കിട്ടി. എന്നിട്ട് രണ്ട് സൈഡും A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ A റേസ് ടു N ആകും, ഇവിടെ ഒരു A വരും. അപ്പോൾ A റേസ് ടു N കോൺഗ്രുവൻറ്റ് ടു A മോഡ് PI എന്ന് കിട്ടി. അതായത് PI ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A. ഡിവൈഡ്സിൽ കോൺഗ്രുവൻസ് മാറ്റിയിട്ട് ഡിവിഷനിലേക്ക് മാറ്റി. അപ്പോൾ PI ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A ഫോർ എവറി I എന്ന് കിട്ടി. അതായത് എന്താണ്? P1 ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A, P2 ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A, P3 ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A എക്സെട്ര ഡിവൈഡ്സ് PR ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A. ഇതിൽ നിന്നെല്ലാം കൂടി നമുക്ക് എന്ത് കിട്ടും? ഈ PIകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ P1 ഇൻറ്റു P2 ഇൻറ്റു P3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A എന്ന് കിട്ടും. അതെന്തുകൊണ്ടാണ്? PIകളെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇനി ഈ P1 P2 എക്സെട്ര PRന് പകരം നമ്മളുടെ N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ N ഡിവൈഡ്സ് A റേസ് ടു N മൈനസ് A എന്ന് കിട്ടും. അതായത് കോൺഗ്രുവൻസിലേക്ക് മാറ്റിയാൽ A റേസ് ടു N കോൺഗ്രുവൻറ്റ് ടു A മോഡ് N എന്ന് കിട്ടും. അപ്പോൾ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സ് എയ്ക്കും A റേസ് ടു N കോൺഗ്രുവൻറ്റ് ടു A മോഡ് N ആണ്. അതാണ് നമ്മളുടെ absolute pseudo prime definition. Okay, hence A raised to N congruent to A mod N for all positive integers relatively prime to N. Therefore, N is an absolute pseudo prime. Next question. Let A, B, C are integers, then prove that GCD of A, B, C equal to 1 if and only if GCD of AB equal to 1 and GCD of AC equal to 1. So, if and only if ആയതുകൊണ്ട് രണ്ട് സൈഡിലേക്കും പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് തന്നെ എന്താ അസ്യൂം ചെയ്യാം? GCD ഓഫ് A, B, C ഈക്വൽ ടു 1 ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് GCD ഓഫ് AB 1 എന്നും GCD ഓഫ് AC 1 എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, assume that GCD of A, B, C equal to 1. അതിൽ നമുക്ക് എന്ത് എഴുതാം? Then there exist some integers. ഓക്കെ, ഈ എയ്ക്കും ബി സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സും വൈയും ഉണ്ടാവും ഇൻറ്റീരിയേഴ്സ് ആയിട്ട്. എങ്ങനത്തെ ഇൻറ്റീരിയേഴ്സ്? A ഇൻറ്റു എക്സ് പ്ലസ് ഈ ബി സി ഇൻറ്റു വൈ ഈക്വൽ ടു 1 ആയിട്ടുള്ള എക്സും വൈയും ഉണ്ടാവും. ഇതാണ് നമ്മളുടെ GCDയുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഈ എയ്ക്കും ബി സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും ഉണ്ടാവും സച്ച് ദാറ്റ് AX പ്ലസ് BCY ഈക്വൽ ടു 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ മാറ്റിയിട്ട് AX പ്ലസ് B ഇൻറ്റു CY ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലേ? അതിൽ നമുക്ക് എന്ത് കിട്ടും?
GCD ഓഫ് എ ബി 1 ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ എ എക്സ് പ്ലസ് ബി പുറത്ത് എഴുതിയതിന് പകരം സി പുറത്ത് എഴുതിയാൽ സി ഇൻറ്റു ബി വൈ ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ ഇതിന് എന്ത് കിട്ടും? GCD ഓഫ് എ കോമ സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ നമുക്ക് എന്താ കിട്ടി? GCD ഓഫ് എ ബി ഈക്വൽ ടു 1 ആൻഡ് GCD ഓഫ് എ സി ഈക്വൽ ടു 1. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യുക. കോൺവേഴ്സ്ലി assume that GCD of AB equal to 1 and GCD of AC equal to 1. അപ്പോൾ എ ബിയുടെയും എ സിയുടെയും GCD 1 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കാം സച്ച് ദാറ്റ് ലീനിയർ കോമ്പിനേഷൻ 1 ആയിട്ട് വരുന്നത്. ഓക്കെ, GCD ഓഫ് എ ബി ഈക്വൽ ടു 1 ഇംപ്ലൈസ് there exist integers, നമുക്കൊരു എസും ടിയും കൊടുക്കാം. there exist s and t integers such that as plus bt equal to 1. അതുപോലെ തന്നെ GCD of AC equal to 1 implies there exist വേറെ രണ്ട് ഇൻറ്റിജേഴ്സ് യുവും വിയും എടുക്കാം. ഇൻറ്റിജേഴ്സ് യു വി സച്ച് ദാറ്റ് എ യു പ്ലസ് സി വി ഈക്വൽ ടു 1. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ 1 ഇൻറ്റു 2 ഇംപ്ലൈസ് എ എസ് പ്ലസ് ബി ടി ടൈംസ് എ യു പ്ലസ് സി വി ഈക്വൽ ടു 1 ഇൻറ്റു 1. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എ എസ് എ യു പ്ലസ് എ എസ് സി വി പ്ലസ് ബി ടി എ യു പ്ലസ് ബി ടി സി വി ഈക്വൽ ടു 1. നമുക്ക് GCD ഓഫ് എ കോമ ബി സി ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബി സി ഉണ്ട്, ഇവിടെ എല്ലാത്തിലും എ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നെല്ലാം എ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എ ഇൻറ്റു എസ് എ യു പ്ലസ് എസ് സി വി പ്ലസ് ബി ടി യു. ഓക്കെ, രണ്ടാമത്തെ ഇന്ന് ബി സിയും പുറത്തേക്ക് എടുക്കാം. ബി സി ഇൻറ്റു ടി വി ഈക്വൽ ടു 1. ഇപ്പം ഇതെന്തായി? എയുടെയും ബി സിയുടെയും ലീനിയർ കോമ്പിനേഷനായി. ഇത് നമുക്ക് എന്ത് കിട്ടും? GCD ഓഫ് എ കോമ ബി സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട തിയറംസ് എല്ലാം പ്രൂവായി. സോ therefore GCD of a comma bc equal to 1 if and only if GCD of AB equal to 1 and GCD of AC equal to 1. Part C question. First question, state and prove Wilson's theorem. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വിൽസൺസ് തിയറം. അത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ പാർട്ട്, ഇഫ് പി ഈസ് എ പ്രൈം പ്രൂവ് ദാറ്റ് ഫോർ എനി ഇൻറ്റിജർ എ പി ഡിവൈഡ്സ് എ റേസ് ടു പി പ്ലസ് പി മൈനസ് 1 ഫാക്ടോറിയൽ ടൈംസ് എ. പി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം ഫോർ എനി ഇൻറ്റിജർ എ. നമുക്ക് ഫസ്റ്റ് തന്നെ ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ ഒരു കൊറോളറി ഉണ്ട്, അതെഴുതാം. by corollary of Fermat's theorem corollary 1 അത് പറയുന്നത് എ റേസ് ടു പി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്നാണ് പറയുന്നത്. ഇവിടെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, ഏത് എ എടുത്താലും ഇത് ട്രൂ ആയിരിക്കും. ഇത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യാം. വിൽസൺസ് തിയറം പറയുന്നത് എന്താ? പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി എന്നാണ്. അപ്പോൾ ബൈ വിൽസൺസ് തിയറം ഇഫ് പി ഈസ് പ്രൈം, ഇവിടെ ഇഫ് പി ഈസ് പ്രൈം എന്ന് എഴുതിക്കോ.
എന്താണ് വിൽസൺ തിയറം പറയുന്നത്? പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പി -1 ഫാക്ടോറിയൽ ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ടു -a മോഡ് പി എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എ റൈസ് ടു പി പ്ലസ് പി -1 ഫാക്ടോറിയൽ എ കോൺഗ്രുവൻറ്റ് ടു എ പ്ലസ് -a അല്ലേ? അപ്പോൾ 0 വരും. 0 മോഡ് പി. ഇനി കോൺഗ്രുവൻസ് മാറ്റി എഴുതിയാലോ? കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഴുതിയാൽ എ റൈസ് ടു പി പ്ലസ് പി -1 ഫാക്ടോറിയൽ ഇൻറ്റു എ ഈസ് എ -0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. അതായത് പി ഡിവൈഡ്സ് എ റൈസ് ടു പി പ്ലസ് പി -1 ഫാക്ടോറിയൽ ഇൻറ്റു എ. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? പി ഡിവൈഡ്സ് എ റൈസ് ടു പി പ്ലസ് പി -1 ഫാക്ടോറിയൽ ഇൻറ്റു എ.